പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിമൂർത്തികളിലുള്ള വിശ്വാസമനുസരിച്ച് ഈ പറഞ്ഞത് അല്ലാഹുവിന്റെ അതേ സ്ഥാനമാണ് അവർ ഈസാ അലൈഹിസ്സലാമിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പിന്നെ മറ്റൊരു വിശ്വാസമനുസരിച്ച് ദൈവമാതാവ് എന്ന നിലയിൽ ഈ മറിയമിനും നൽകുന്നത്. അപ്പോൾ ഇവിടെ അല്ലാഹുവിന്റെ അതേ സ്ഥാനമോ അല്ലെങ്കിൽ പിന്നെ അല്ലാഹുവിന്റെ തൊട്ടടുത്ത സ്ഥാനമോ നൽകിക്കൊണ്ട് വിശ്വസിക്കുന്ന ഈ ക്രിസ്തീയ വിശ്വാസത്തിലെ കരുതലുകളെ കറക്റ്റ് ചെയ്യുവാൻ, ശരിയാക്കുവാനാണ് അല്ലാഹുവിന്റെ വീണ്ടും വീണ്ടും അല്ലാഹുവിന്റെ അപാരമായ ശക്തി വിശേഷിച്ച് എടുത്തു പറയുന്നു. അപ്പോൾ ഒരു മച്ചിയായ സ്ത്രീക്ക് ഒരു പടുവൃത്തനിൽ നിന്ന് ഗർഭിണിയാകുവാൻ കഴിയുമെന്നും അങ്ങനെ ഉണ്ടാകുന്ന അല്ലാഹുവിന്റെ അപാരമായ കഴിവാണ് എന്നും ഇവിടെ വീണ്ടും അല്ലാഹു ഊന്നി പറയുകയാണ്. അപ്രകാരമാണ് അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെയും നടക്കും. അല്ലാഹുവിന്റെ ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ കാര്യം എന്താണെന്ന് അറിയുമോ, അവൻ എന്തെങ്കിലും ഒന്നുണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ അവൻ ഉടനെ തന്നെ പറയുന്നു കുൻ, ആവുക എന്ന് പറയും. ഫയകൂൻ, അത് ഉടനെ തന്നെ ആകും. അപ്പോൾ അല്ലാഹുവിന് ഇതുപോലെയുള്ള കഴിവുണ്ട്. അപ്പോൾ ഇത്രമാത്രം കഴിവുള്ള അല്ലാഹുവിന്റെ മുമ്പിലായിരിക്കണം നിങ്ങളുടെ ഔലാദികളും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ നിരത്തി വെക്കേണ്ടത്. അല്ലാഹുവിന്റെ സൃഷ്ടികളായ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ മഹാന്മാരുടെ മുന്നിലല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും അല്ലാഹുവിന്റെ മുന്നിലാകണം എന്നുകൂടി ഒരു സൂചന ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ സക്കരിയ അലൈഹിസ്സലാം അവരുടെ പ്രാർത്ഥന വീണ്ടും തുടരുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന റബ്ബേ ഇജ്അൽനി ആയ, എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് അതിനുള്ളൊരു തെളിവ് തരണം. എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നതിനുള്ള തെളിവ് നീ നൽകണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു പറയുന്നു ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസാ. ആയതെന്താണെന്ന് അറിയുമോ? നോക്കൂ, നിനക്ക് കുഞ്ഞ് ജനിക്കുവാനുള്ള ശുഭ സൂചന എന്ന നിലയിൽ 3 ദിവസം നിനക്ക് സംസാരശേഷി നഷ്ടപ്പെടും. നിനക്ക് ആംഗ്യത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ കഴിയൂ, ആശയവിനിമയം നടത്തുവാൻ കഴിയൂ. അപ്പോൾ നിന്റെ ആശയവിനിമയം നീ പൂർണ്ണമായും നാവിന്റെ മാധ്യമത്തിൽ നിന്ന് മാറ്റി കൈ അതുപോലെ തന്നെ ചുണ്ടുമൊക്കെ വെച്ചുകൊണ്ട് ആംഗ്യരൂപത്തിലാവുക എന്നതാണ് ഈ കുഞ്ഞ് ജനിക്കുന്നു എന്നതിന്റെ ശുഭ സൂചന എന്ന് അല്ലാഹു അറിയിക്കുകയാണ്. അങ്ങനെ മുഫസ്സിറുകൾ പറയുന്നു, അദ്ദേഹം 3 ദിവസം ഇപ്രകാരം ആംഗ്യം കാണിച്ചുകൊണ്ടാണ് ആരാധനകൾ പോലും വിവാദത്തുകൾ പോലും നിർവഹിച്ചത്. ആരോടും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ സംസാരശേഷി നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കുഞ്ഞ് ജനിക്കുന്നു. അങ്ങനെ കുഞ്ഞ് ജനിക്കുന്നതിന്റെ മുന്നോടിയായി തന്നെ സംഭവിക്കുന്നു. അല്ലാഹു വീണ്ടും തുടരുകയാണ്. അവൾ ഇപ്രകാരം അസാധ്യമെന്ന് താങ്കൾ കരുതിയിരുന്ന കാര്യം സാധ്യമാക്കി തന്ന പടച്ചവനെ താങ്കൾ കൂടുതൽ കൂടുതൽ സ്മരിക്കണം. അവളൊരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പ്രതീക്ഷിക്കാത്ത നിലയിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അധികമധികമായി അല്ലാഹുവിനെ സ്തുതിക്കുക എന്നത് സത്യവിശ്വാസികളുടെ ഒരു നല്ല സവിശേഷ ഗുണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കൂടുതൽ സമയം എന്തെങ്കിലും ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും എന്ന് കൂടുതൽ കൂടുതൽ ദിക്ർ ചെയ്യുക, കൂടുതൽ കൂടുതൽ അല്ലാഹുവിനെ സ്മരിക്കുക. മാത്രമല്ല രാമകൽ ഭേദമന്യേ അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. രാമം പകലും അല്ലാഹുവിനെ പ്രകീർത്തിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ പ്രയോഗമാണ്. എല്ലായ്പ്പോഴും അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു വിശ്വാസിയുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്ത ഇതാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക എന്നതാണ്. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അത് കേവലമുള്ള വാചകങ്ങളിലൂടെ മാത്രമല്ല, ഏത് സാഹചര്യങ്ങളെ അംഗീകരിക്കുമ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ മനസ്സിൽ കടന്നു വരിക. ഏത് സാഹചര്യത്തിൽ ഈ സ്മരണ ഉണ്ടാവുക എന്നതാണ് സബ്ബിഹിൽ അശീ വൽ ഇബ്കാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുഖഹാക്കളുടെ അഭിപ്രായത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രത്യേകമായ ദിക്റുകൾ ചെല്ലുന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ
അതോടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ഈസാ അലൈഹിസ്സലാമയുടെ ജനനവും മറ്റുമൊക്കെ പിന്നീടാണ് മറ്റൊരു സൂറത്തിലാണ് അല്ലാഹു സൂചിപ്പിക്കുന്നത്. വീണ്ടും ആ കഥ അല്ലെങ്കിൽ ആ സംഭവം മറിയമിലേക്ക് തിരിച്ചുവിടുകയാണ്. മലക്കുകൾ പറഞ്ഞ സന്ദർഭം, അല്ലയോ മറിയമേ, മറിയമേ, അല്ലാഹു താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഖുർആനിൽ വചനമിരിക്കുന്ന ഇഅ്തികാഫിൽ കഴിഞ്ഞുകൊള്ളുന്ന ഇബാദത്തിൽ കഴിഞ്ഞുകൊള്ളുന്ന മറിയമിന്റെ കഥയിലേക്ക് വീണ്ടും മടങ്ങി പോവുകയാണ്. അങ്ങനെ മലക്കുകൾ അവിടെ വരുന്നു. മലക്കുകൾ വന്നിട്ട് ഇത് ഒരു മലക്കാണോ, ജിബ്രീൽ അലൈഹിസ്സലാമിനാണോ, അല്ലെങ്കിൽ മലക്കുകൾ തന്നെ വന്നോ എന്നതിനെ സംബന്ധിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ എന്തായാലും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാമായോ അല്ലെങ്കിൽ കൂടുതൽ മലക്കുകളോ അവരുടെ അടുക്കൽ വന്നിട്ട് അവരോട് പറയുകയാണ്, ഇന്നല്ലാഹ ഇസ്തഫാകി, മറിയമേ, താങ്കളെ നിന്നെ ഇതാ അല്ലാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വതഹ്തറകി, താങ്കളെ വിശുദ്ധിയാക്കിയിരിക്കുന്നു, പരിശുദ്ധയാക്കിയിരിക്കുന്നു. വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, ഈ ലോകത്തുള്ള മുഴുവൻ വനിതകളിൽ വെച്ച് ഏറ്റവും സവിശേഷതയുള്ള ഒരു വനിതയാക്കി അല്ലാഹു താങ്കളെ ഉയർത്തിയിരിക്കുന്നു എന്ന സുവിശേഷം സന്തോഷവാർത്ത മറിയമിനെ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ ദൂതന്മാർ അഥവാ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് അറിയിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, യാ മറിയം, അതുകൊണ്ട് മറിയമേ, നീ നിന്റെ റബ്ബിനെ വണങ്ങി വഴങ്ങി വിധേയമായി കഴിയുക, അവന്റെ ഖുനൂത്തിൽ കഴിഞ്ഞുകൊള്ളുക. വസ്തുതി, നീ സുജൂദ് അധികരിപ്പിക്കുക. മറ്റുള്ളവരോടൊപ്പം റുകൂഇലും കഴിഞ്ഞുകൊള്ളുക. അപ്പോൾ നീ കൂടുതൽ അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയും അല്ലാഹുവിനെ ഉള്ള ഇബാദത്തിൽ പിന്നെ കഴിഞ്ഞുകൊള്ളുകയും അതുപോലെ തന്നെ നമസ്കാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന് മറിയമിനോട് മലക്കുകൾ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ അവിടെ കൂടി നിൽക്കുന്ന ക്രിസ്തീയ പുരോഹിതന്മാരടക്കമുള്ള ദൗത്യ സംഘത്തെ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അല്ലാഹു പറയുകയാണ്, ഇത്രമാത്രം വിശദീകരണങ്ങൾ ഇത് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ ഇത് അഖ്ബാറുൽ ഗൈബാണ്, ഇത് അദൃശ്യമായ വാർത്തകളാണ്. പ്രവാചകരെ, ഇത് അങ്ങേക്ക് നാം വഹീ മുഖേന ദിവ്യ സന്ദേശം മുഖേന എത്തിച്ചു തരുന്ന കാര്യമാണ്. അങ്ങേക്കും ഇതിനെ കുറിച്ച് അറിയില്ല. മാത്രമല്ല ബൈബിളിൽ ഈ കാര്യങ്ങളില്ല. മറിയമിനെ സംബന്ധിച്ചുള്ള വിശദമായ പരാമർശങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഇത് അല്ലാഹു പ്രത്യേകമായി മുഹമ്മദ് നബിക്ക് ദിവ്യ സന്ദേശം എന്ന നിലയിൽ വഹീ എന്ന നിലയിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് എന്നാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. വീണ്ടും അല്ലാഹു താങ്കൾ, അല്ലയോ പ്രവാചകരെ, താങ്കൾ അവരുടെ അടുക്കലില്ലായിരുന്നു. അവരവരുടെ പിന്നെ നറുക്കുകൾ ഇടുന്ന സമയം മറിയമിനെ ആരാണ് പോറ്റി വളർത്തുന്നത്, അല്ലെങ്കിൽ ഈ ഖുർആനിൽ ആരാണ് മറിയമിനെ സംരക്ഷിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഉള്ള നറുക്കിട്ടപ്പോൾ താങ്കളില്ലായിരുന്നു. അവരിങ്ങനെ വല്ലാതെ തർക്കിച്ച സമയത്തും താങ്കളില്ലായിരുന്നു എന്ന് മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്. അപ്പോൾ ഇത് നേരത്തെയുള്ള